എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ അപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ പാസ്വേഡ് വെച്ചിട്ട് അതിൽ കയറാവുന്നതാണ്. എന്നിട്ട് നിങ്ങളെ പേര് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നാളെ മുതലാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത്. ജൂൺ 24 മുതൽ ജൂൺ 30 വരെയാണ് കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ട തീയതി. അത് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ഓപ്ഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും നിർബന്ധമായിട്ടും കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് അതേ കോളേജിൽ തന്നെ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അല്ല, ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് താഴെയുള്ള 2, 3, 4 അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ അതിന് ശേഷം അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കോളേജുകളിൽ മാറാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ടെമ്പററി അഡ്മിഷൻ അല്ലെങ്കിൽ പെർമനൻ്റ് അഡ്മിഷൻ ജൂൺ 24 മുതൽ ജൂൺ 30 വരെ എടുക്കേണ്ടതുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ഫസ്റ്റ് അവർ വിചാരിച്ച അതേ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി കോളേജ് മാറാൻ ആഗ്രഹിക്കാത്ത ആളുകളാണെങ്കിൽ അവരുടെ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ആളുകൾ ഫീസ് അടക്കണം. ഫീസ് അടച്ചിട്ട് അതേപോലെ തന്നെ ആ റെസിപ്റ്റും ഈ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതും കുറച്ച് ഡോക്യുമെൻറ്റ്സും നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നിങ്ങൾ കോളേജിലേക്ക് അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോൻ്റെ കൂടെ അത്തരം ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടിട്ടാണ് നിങ്ങൾ നിങ്ങൾ കൺസേൺഡ് കോളേജുകളിൽ നിങ്ങൾ പോവേണ്ടത്. ഓക്കെ. അപ്പം ജൂൺ 24 മുതൽ 30 വരെയാണ് ജോയിനിങ് ഡേറ്റ് എന്ന് പറയുന്നത്. അത് ഓരോ കോളേജുകൾ ചിലപ്പം അവരുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ വിളിച്ച് പറയാറുണ്ട് സാധാരണ ഏത് സമയത്താണ് നിങ്ങൾ കോളേജിൽ ഹാജരാവേണ്ടത് എന്നുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ജൂൺ 24 മുതൽ 30 വരെയുള്ള ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് പോകാവുന്നതുമാണ്. ഓക്കെ, താങ്ക് യു.